മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് വിവരിക്കാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഒരു വ്യക്തി ഞാൻ IIT ചെന്നൈയിൽ നടത്തിയൊരു പ്രഭാഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും അദ്ദേഹം 5 വർഷം സംസ്കൃതം പഠിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും എന്തെല്ലാം ഞാൻ പറഞ്ഞോ അതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് എന്നറിഞ്ഞു. ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ എനിക്ക് നേരിട്ട് കിട്ടിയില്ല. പക്ഷെ ആ ഫേസ്ബുക്കിൽ അദ്ദേഹം മലയാളത്തിൽ എഴുതിയത് വളരെ വിചിത്രമായ രീതിയിൽ എഴുതിയത്, അതിന് മറുപടി കൊടുത്തേ തീരൂ എന്ന് കുറേ അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റിനും ഞാൻ ഒരു വികാരവും വിചാരവും ഇല്ലാതെ, അല്ലെങ്കിൽ വിചാരത്തോടുകൂടി വികാരമില്ലാതെ ഞാൻ IIT ചെന്നൈയിൽ 2 ദിവസം കൊടുത്ത ക്ലാസ്, അതിൽ ഞാൻ പറഞ്ഞ പോയിന്റിനെ ഇദ്ദേഹം എതിർത്തിരിക്കുന്നതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, അറിയാനും അറിയിക്കാനുമുള്ള താല്പര്യം കൊണ്ട് മാത്രം ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ വരികൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം ഗോപാലേഷൻ പറഞ്ഞതിൽ കുറേ തെറ്റില്ലേ എന്ന്. അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെ സംശയവും കൂടി ഒന്ന് ദൂരീകരിക്കേണ്ടത് എൻ്റെ ആവശ്യമാണല്ലോ. സാധാരണഗതിയിൽ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചാൽ ഞാൻ മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല. അതിന് കാരണം ഓരോ മനുഷ്യരും ഓരോ തരത്തിലുള്ളവരാണ്. ഞാനും വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുകൊണ്ട് ആ വിമർശനം എന്നും സുസ്വാഗതം ചെയ്യുകയാണ് എൻ്റെ മനസ്സ് എന്നെ നിർദ്ദേശിക്കാറുള്ളത്. പക്ഷെ എന്നാലും ചിലർ വിമർശിക്കുന്നത് ചില പ്രത്യേക രീതിയിലാണ്. എന്തെല്ലാമോ ആണെന്ന് വരുത്തി തീർക്കാനാണെങ്കിൽ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ മൗനം സമ്മതലക്ഷണം എന്ന് വിചാരിക്കും. മൗനം വിദ്വാനുഭൂഷണം എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും മിക്കവാറും ജനങ്ങൾ മൗനം സമ്മതലക്ഷണം എന്നുള്ളത് എടുക്കുക. അതുകൊണ്ട് പലരും പല രീതിയിലുള്ള കമൻറ്റ് പറയും. ചില മനുഷ്യർക്ക് പുലിയെയാണ് ഇഷ്ടം, ചിലർക്ക് സിംഹത്തിനെയാണ് ഇഷ്ടം, ചില മനുഷ്യർക്ക് കഴുതയെയാണ് ഇഷ്ടം, ചിലരെ പട്ടിയെയാണ് ഇഷ്ടം, പൂച്ചയാണ് ഇഷ്ടം. അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ചിലർക്ക് ഇംഗ്ലീഷുകാർ പറഞ്ഞത് മാത്രമേ വിശ്വാസമുള്ളൂ. ചിലരുടെ രക്തത്തിലും ഇംഗ്ലീഷുകാരുടെ രക്തം ഉണ്ടായിരിക്കും. അതെല്ലാം അഭിമാനം കൊള്ളുന്നവരും ഉണ്ടാവും. ഇംഗ്ലീഷുകാർ ഇവിടെ ചവച്ച് തുപ്പിയതെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പറയുന്നതിനെല്ലാത്തിനും നമ്മൾ മറുപടി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമല്ലേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സാധാരണഗതിയിൽ അത് ചെയ്യാറില്ല. എന്നാലും ഇത് വേണം എന്ന് ഒത്തിരി പേര് നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി പറയുന്നത്. ഒരു 9 കമൻ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വ്യക്തമല്ല, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് അയച്ചത് കൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ വിമർശകൻ എന്നൊരു വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അദ്ദേഹം ആദ്യം തുടങ്ങുന്നത് ഈശാവാസ്യോപനിഷത്തിൽ ഞാനൊരു വരി പറഞ്ഞതിനെ കുറിച്ചാണ്. അത് ഈശാവാസ്യോപനിഷത്ത് എന്നല്ല അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ഈശോവാസ്യോപനിഷത്ത് എന്നാണ്. അങ്ങനെ ഒരു ഉപനിഷത്ത് 108 ഉപനിഷത്തുക്കളിലില്ല. ഏത് വാദിക്കാൻ ശ്രമിക്കുമ്പോഴും മറ്റുള്ളവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വിമർശകനോട് പറയുന്നു, അവനവൻ അടിക്കുന്നത് ആദ്യം ശരിയായിരിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവരെ വിമർശിക്കാൻ. ഏതായാലും അയാൾ പറയുന്ന ഈശോവാസ്യോപനിഷത്തിൻ്റെ വരിയുടെ അർത്ഥം ഞാൻ അവസാനം പറയാം. അതിനിടയ്ക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഭാരതീയരാ കണ്ടുപിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ വ്യക്തമാണ്. പതഞ്ജലി മഹർഷിയുടെ 4ാമത്തെ യോഗശാസ്ത്രയിലെ 4ാമത്തെ അധ്യായത്തിൽ ഏകസമയേച്ച ഉഭയാൻ അനവധാരണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ 4ാമത്തെ ആ അധ്യായത്തിലെ തലക്കെട്ട് വായിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞ്, ഏക 1 സമയത്തിൽ ഉഭയാൻ 2 കാര്യങ്ങൾ, അനവധാരണം അവധാരണം ചെയ്യാൻ സാധിക്കില്ല.
എന്ന് ഞാൻ പറഞ്ഞ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് ടു കോംപ്ലിമെൻ്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് വരുത്തി തീർക്കാൻ ആ അധ്യായത്തിലെ ടൈറ്റില്, കൈവല്യപാദം എന്ന ടൈറ്റിൽ നോക്കിയാലേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പലപ്പോഴും ടൈറ്റിൽ മാത്രം നോക്കിയിട്ട് വിഷയം അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന നോവല്, അത് ചെമ്മീൻ്റെ ചരിത്രമാണ്, ചെമ്മീൻ എന്ന മത്സ്യത്തിൻ്റെ ചരിത്രമാണെന്നേ തോന്നുള്ളൂ നോവലിൻ്റെ ടൈറ്റിൽ മാത്രം നോക്കിയിട്ട് കാര്യം ചെയ്താൽ. കയർ എന്ന നോവല്, അതിൻ്റെ ടൈറ്റിൽ നോക്കിയിട്ട് വേണം നോവൽ വിശകലനം ചെയ്യാനെങ്കിൽ കയർ വേറെ, അതിൽ എഴുതിയിരിക്കുന്ന കണ്ടന്റ് വേറെയാണ് എന്ന് വിമർശകൻ അറിയാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. 2, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ അബദ്ധമാണ് എന്ന് അദ്ദേഹം പറയേണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിലെ MK പ്രഭാകരൻ നായർ സാറ് ഫിസിക്സ് ആൻഡ് മെറ്റാഫിസിക്സ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വരി ഞാൻ അതേപോലെ നിങ്ങൾക്ക് വായിച്ചു തരാം. If one photon is having clockwise spin about an axis, the other photon also will have clockwise spin about a parallel axis. If one is having a counterclockwise spin, the other also will be having counterclockwise spin. Such photons are called entangled photons. Two such photons moving in opposite directions are detected by detectors at the opposite ends of a laboratory. Whenever the detectors are set in the same way, both of them show the photons to possess the same type of spin. The distance between the detectors was increased to 11 kilometers in a later experiment, but the results was the same even if the detectors are separated by millions of light years. The result may be the same. The interesting point is that any one of the two photons can show up clockwise or counterclockwise spin in a random way with a probability of 50% for either spin. But if one detector shows clockwise spin for one photon, the other detector at a very large distance also shows clockwise spin at the same instant for the photon directed by it. The question is how one photon understands that the other photon at a faraway place has come up with clockwise or counterclockwise spin. ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. The question is how one photon understands, എങ്ങനെയാണ് ഒരു ഫോട്ടോൺ മനസ്സിലാക്കുന്നത് that the other photon at a faraway place, millions of light years ദൂരത്തിലുള്ള ആ faraway place has come up with a clockwise or counterclockwise spin. ഈ ഫോട്ടോണുകൾക്ക് തന്നെ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. അതാണ് അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാഗുഹായാം നിഹിതോസ്യ ജന്തോ എന്ന് ഭാരതത്തിലെ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്ന വ്യക്തി 5 വർഷം ഞാൻ സംസ്കൃതം പഠിച്ചു എന്ന അഭിമാനത്താൽ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിമർശകനോട് ഗോപാലകൃഷ്ണൻ എളിമയോടുകൂടി പറയുന്നു, 47 വർഷം സംസ്കൃതം പഠിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1947 ശേഷം ഒരു സയൻറ്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ കൊടുത്തിട്ടുള്ളൂ സയൻസ് ഇൻ സാൻസ്ക്രിറ്റിൽ. അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണൻ പറയുന്നു, വിമർശിക്കുന്നതിന് മുൻപ് അവനവനെ ഒന്ന് പരിശോധിക്കണം, ഇയാൾ ബോധമില്ലാണ്ട് സംസാരിക്കുന്ന ആളാണോ ഗോപാലകൃഷ്ണൻ എന്ന്. അടുത്തത്, കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17 വ്യാഴാഴ്ച 11:55 എന്ന് ഞാൻ പറഞ്ഞത്. ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ആ വിമർശകന് തീരെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അതിനൊരു ഉത്തരം വളരെ വ്യക്തമായിട്ട് പറയാം. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി, ലക്നൗ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത മഹാഭാസ്കരീയം എന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ 236 വരിയിൽ കലിയുഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഭാസ്കര 1, കലിയുഗ ഈസ് എ പീരിയഡ് ഓഫ് 10,80,000 solar years. The current Kali Yuga began on Friday, February 18, BC 3102 at sunrise at Lenga. ശ്രീലങ്കയിൽ സൂര്യൻ ഉദിക്കുന്ന ആ സമയം അത് BC 3102
ഫെബ്രുവരി 18 വെള്ളിയാഴ്ചയാണ് എന്ന് വിവരിക്കുന്നു. പലപ്പോഴും ഭാരതീയര് ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യോദയത്തോടു കൂടിയാണ് എടുക്കാറുള്ളത്, അഹോരാത്രം എന്ന പദം. പക്ഷെ ആര്യഭടനെ പോലെയുള്ളവരും, ബ്രഹ്മസ്ഫുട സിദ്ധാന്തം എഴുതിയ ബ്രഹ്മഗുപ്തനെ പോലെയുള്ളവരും, വടേശ്വരനെ പോലെയുള്ളവരും, ആര്യഭടൻ രണ്ടാമനെ, അങ്ങനെയുള്ളവരെല്ലാം, ഭാസ്കരാചാര്യ രണ്ടാമൻ, അർദ്ധരാത്രിയാണ് ശരിക്ക് ദിവസം തുടങ്ങുന്നതായിട്ട് എടുക്കുക. പക്ഷേ ഈ പർട്ടിക്കുലർ ഡേ BC 3102 ഫെബ്രുവരി മാസം 18-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ കലിയുഗം തുടങ്ങി എന്നുള്ളതിന് പകരം അർദ്ധരാത്രിക്ക് എടുത്താൽ BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി, 18 എന്നുള്ളതിന് 17-ാം തീയതി അർദ്ധരാത്രി 12 മണിക്കെന്ന് വരും. പക്ഷെ അർദ്ധരാത്രി എന്ന സമയമെടുക്കുന്നത് അസ്തമയത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്ന സമയം, അതിൻ്റെ വ്യത്യാസം കണ്ട്, അത് 12 മണിക്കൂർ ആവണമെന്നില്ല, ആ വ്യത്യാസത്തിൻ്റെ പകുതി എടുത്ത് അസ്തമയത്തിൻ്റെ സമയത്തോട് ചേർത്താൽ കിട്ടുന്നതാണ് മിക്കവാറും 11:55 BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:55 എന്നുള്ളത്. ഈ സമയത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അതേപോലെ ഗുരു, ശുക്രൻ, ശനി ഇവയെല്ലാം ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വരുന്നത് കൊണ്ട് കൂടിയാണ് ശരിക്ക് കലിയുഗം ആ സമയത്ത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് ഗോപാലകൃഷ്ണൻ രാത്രി ഇറങ്ങിക്കിടക്കുമ്പോൾ തലയിൽ ഉദിച്ചതൊന്നും അല്ല വിമർശകൻ സാറേ. അങ്ങ് 5 വർഷം സംസ്കൃതം പഠിച്ച് ലോകത്തിൻ്റെ എല്ലാം അറിയാമെന്നും പറഞ്ഞ് നടക്കല്ലേ. ഭൂമി കറങ്ങുന്നത് അങ്ങ് നടക്കുന്നത് കൊണ്ടാണെന്നും വിചാരിക്കല്ലേ. ചിലതൊക്കെ സത്യം പറയാൻ അറിവുള്ളവരാണ് IIT ചെന്നിട്ട് പ്രഭാഷണം നടത്തുന്നത് എന്നുകൂടി ഒന്ന് അറിയാൻ സാധിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി ആര്യഭട്ടീയ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന വരി നോക്കാം. ടു ബി മോർ പ്രിസൈസ്, 360 years ഓഫ് ദ കലീറ, ഷഷ്ട്യബ്ദാനാം ഷഷ്ട്യർയഥാ വ്യതീതാസ്ത്രയശ്ച യുഗപാദാഹ, 3+20 തദാസ്തേ മമ ജന്മനോതീത എന്ന കാലക്രിയാപാദത്തിൽ ആര്യഭട്ടൻ എഴുതിയ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ വരിയിൽ പറയുന്നുണ്ട്. 60 വർഷങ്ങൾ വീതമുള്ള 60 സെറ്റ്, 60 × 60 3600 വർഷം കലിയുഗം ആരംഭിച്ച് 3600 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ജനിച്ചിട്ട് 23 വർഷമായി. മമ ജന്മനോതീത 3+20, 20ൻ്റെ കൂട്ടത്തിൽ 3 ചേർത്ത് 23 വർഷമായി എനിക്ക്. ആ ദിവസം കലിയുഗം ആരംഭിച്ചിട്ട് 3600 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 23 വർഷമായി എന്ന് ആര്യഭട്ടൻ 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ. ടു ബി മോർ പ്രിസൈസ്, 3600 years of Kali era came to an end on Sunday, March 21st, AD 499 at mean noon at Lenga or Ujjaini, at the time of mean sun's entrance into the sign Aries, Madhyama Mesha Sankranti. So the time of birth of Aryabhatta 1 may be fixed as Mesha Sankranti on March 21st, AD 476 at 1 o'clock. ഈ AD-യും BC-യും ഒന്നും ആര്യഭട്ടൻ ജനിച്ച സമയത്ത് പറയാറില്ല. പിന്നെ എങ്ങനെയാ ഇതൊക്കെ കിട്ടുന്നത്? വളരെ സിമ്പിളാ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അജന്ത ഗുഹാക്ഷേത്രം BC 50-ലാണ് ഉണ്ടാക്കിയത് എന്നിങ്ങനെ എടുക്കുക. അത് ശാഖായിറ, ആ ശാഖായിറയുടെ കൂട്ടത്തിൽ 78 കൂടി ചേർത്താൽ ഇംഗ്ലീഷ് ഇറ കിട്ടും. ഭാരതത്തിലെ 1000-ലധികം അസ്ട്രോണമേഴ്സും മാത്തമാറ്റീഷ്യൻ്റെയും കാലഘട്ടം ഗണിക്കുന്നത് ശാഖ വർഷത്തിൻ്റെ കൂട്ടത്തിൽ 78 ചേർത്തിട്ടാണ്. ശാഖവർഷവും ഇംഗ്ലീഷ് ഇയറും തമ്മിൽ വ്യത്യാസമുള്ള അത്രേ വ്യത്യാസമുള്ളൂ, 78 വർഷത്തിൻ്റെ വ്യത്യാസമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ലോകം മുഴുവനും ഈ ഭാരതീയർ മുഴുവനും ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഉപയോഗിക്കുന്നു എന്ന മണ്ടത്തരം ഗോപാലകൃഷ്ണൻ പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നെ ഗോപാലകൃഷ്ണൻ എന്നല്ല വിളിച്ചിരിക്കുന്നത്, ഒരു വൃത്തികെട്ട പേരിട്ടിട്ട് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന് ജന്മം നൽകി വളർത്തിയ സംസ്കാരത്തിൻ്റെ കുഴപ്പമാണ്, അതെൻ്റെ കുഴപ്പമല്ല. ഏതായാലും ഒന്നുകൂടി പറയാം, AD-യും BC-യും എല്ലാം ആര്യഭട്ടൻ ജനിച്ചത് AD 471 അദ്ദേഹം പുസ്തകം എഴുതി AD 499 എന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. എല്ലാ ശകവർഷത്തിൽ നിന്നും നമുക്ക് AD-യും BC-യും കണ്ടുപിടിക്കാം. കലിയുഗം BC 3102 ഫെബ്രുവരി 17 കണ്ടുപിടിച്ചത്. അന്ന് ഫെബ്രുവരി ഉണ്ടായിരുന്നില്ല, മാർച്ച് ഉണ്ടായിരുന്നില്ല. ബാക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാ.
ഇപ്പോ കലിവർഷം എത്രയാ? 5114 ആണ്ടാണ് ഇത്. ഖരനാമ സംവത്സരം എന്നാണ് ഈ വർഷത്തിന്റെ പേര്. ഇത് വളരെ വ്യക്തമായിട്ട് അറിയാതെ 5 വർഷം ഞാൻ സംസ്കൃതം പഠിച്ചു എന്ന് മാത്രം പറഞ്ഞ് നടക്കല്ലേ മക്കളെ, വലിയ പ്രശ്നം ഉണ്ടാവും. അത് അപ്പോൾ കലിയുഗത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ യോഗ ആചാര്യനായ പതഞ്ജലി പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഭഗവത്ഗീത എഴുതിയത് ഭഗവത്ഗീത എഴുതിയ 5140 വർഷങ്ങൾ 52 വർഷം അഥവാ BC 3140 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധാബദ്ധാണ്. ഇത്ര കൃത്യമായിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് കയ്യടി കിട്ടാനാണെന്നാണ് അയാളുടെ ധാരണ. കയ്യടി കിട്ടാനാണെങ്കിൽ വേറെ എത്രയൊക്കെ വഴികളുണ്ട്. അതിനിങ്ങനെയുള്ള ചില വാക്കുകളും നമ്പറുകളൊക്കെ പറയണം. ഇപ്പൊ BC 3140 എന്ന് പറയുന്നതിന് പകരം AD 2135 എന്ന് പറഞ്ഞാലും കയ്യടി കിട്ടില്ലേ? അപ്പൊ പിന്നെ കൃത്യം BC 3140 എന്ന് പറയാൻ കാരണം എന്താ? ഞാൻ പറഞ്ഞതല്ലാതെ BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി കലിയുഗം ആരംഭിച്ചു എങ്കിൽ മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഭാരതത്തിലും പുരാണങ്ങളിലും പറയുന്നു പാണ്ഡവര് 38 വർഷം ഹസ്തിനപുരം ഭരിച്ചു എന്ന്. ഇപ്പൊ 38 വർഷം അവർ ഭരിച്ചു എങ്കിൽ ഭരിച്ച് കലിയുഗം ആരംഭിച്ചപ്പോൾ രാജ്യത്തിന്റെ ഭാരം അഭിമന്യുപുത്രനായ പരീക്ഷത്തിന് കൊടുത്ത് അവര് മഹാപ്രസ്ഥാനികത്തിന് പോയിന്ന് മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതം എഴുതിയത് ഞാനല്ലാട്ടോ, വേദവ്യാസൻ എഴുതിയ സമയത്ത് ഞാൻ കൂട്ടത്തിലുണ്ടായിരുന്നോ ഇല്ല. അപ്പൊ ഈ BC 3102 കൂട്ടത്തിൽ 38 കൂട്ടിയാൽ BC 3140 കിട്ടില്ലേ? അതിന് 5ാം ക്ലാസ് പോലെ ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ ഈ അക്രമമായിട്ട് എഴുതിയിട്ട് വാദിക്കാൻ വല്ലതും വരണോ? 3102 കൂട്ടത്തിൽ 38 കൂട്ടം BC 3140 എന്ന് കിട്ടും. നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. അത് ഈ നാട്ടിലുള്ള നന്മകൾ അംഗീകരിക്കാൻ പാടില്ല എന്ന രീതിയിൽ അച്ഛനും അമ്മയും നിങ്ങളെ വളർത്തിയത് കൊണ്ട് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ തലച്ചോറും മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെയും മെക്കോളയുടെയും സൃഷ്ടിയാണ്. അതുകൊണ്ട് സംഭവിച്ചതാണ്. അത് ഗോപാലകൃഷ്ണൻ അല്ല അതിന് ഉത്തരവാദി. അതേപോലെ തന്നെ അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്. എൻ്റെ CD-കളിൽ അതുണ്ട്. അങ്ങനെ ഒരു നമ്പർ എനിക്ക് കിട്ടിയതും ഞാൻ ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ എൻ്റെ തലയിൽ ഉദിച്ച നമ്പർ അല്ലാതെ. ഞാൻ ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പല പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഇപ്പോഴും പോവാറുണ്ട്. ഡോക്ടർ മുരളി D. നായർ എന്ന സോഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യക്തി ക്ഷണിച്ചിട്ട് അവിടെ പോവാം. അവിടെ ഒരിക്കൽ പോയപ്പോൾ അവിടെ ഒരു സോഷ്യൽ മാനേജ്മെൻറ്റിൽ ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫസറുണ്ട്. ആ പ്രൊഫസർ ഞാനുമായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ബൈബിളിൽ 10 കമാൻഡ്മെന്റ്സ് എന്ന ഒരു 10 നിർദ്ദേശങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ മതത്തിൽ അങ്ങനെ 10 കമാൻഡ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. 1 മിനിറ്റ് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പതഞ്ജലി മഹർഷിയുടെ യോഗയിൽ യമനിയമങ്ങൾ അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, അങ്ങനെ 10 കമാൻഡ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അത് പതഞ്ജലിയുടെ യോഗശാസ്ത്രത്തിലാണ്, വേദത്തിലല്ല എന്നും പറഞ്ഞു. അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് എഴുതിയെടുത്തു, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും എഴുതിയെടുത്തു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ ഭഗവത്ഗീത നിങ്ങളുടെ മാനേജ്മെന്റ് പുസ്തകത്തിൽ എഴുതിക്കൂടെ? അത് കുറച്ചും കൂടി നല്ലതല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞതാണ്, ഐ കണ്ടക്ടഡ് എ സർവേ ഓൺ ഹൗ മെനി യൂണിവേഴ്സിറ്റീസ് ഇൻ അമേരിക്ക teach Bhagavad Gita. I found that 186 universities, according to my list, they teach Bhagavad Gita, and that is something wonderful എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതൊരു ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ പറഞ്ഞത് കൊണ്ടാണ് ഞാനത് കോട്ട് ചെയ്തത്. ഇന്ത്യയിലെ ബുദ്ധിജീവികളോ ഈ വിമർശനം എഴുതിയ വ്യക്തിയെ പോലെ പകുതി തലയ്ക്ക് സുഖമില്ലാത്തവരോ ആണ് പറഞ്ഞതെങ്കിൽ ഞാൻ കോട്ട് ചെയ്യില്ല. കുറെ കൂടി ബോധമുള്ളവർ അവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. പിന്നെ അതിന് അദ്ദേഹം വേറൊരു ആൻസർ പറയുന്നുണ്ട്. ഭാരതത്തിലെ ഭഗവത്ഗീതയോ രാമായണമോ മഹാഭാരതമോ ഇതെല്ലാം ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സമ്പത്താണ്. അതുകൊണ്ട് അത് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നു എന്ന് ഇത്രയും പറയാൻ എന്താ ഉള്ളത് എന്ന് ചോദിക്കുന്നു. ഭാരതീയമായ നന്മകളെ ലോക ജനത എടുക്കുമ്പോൾ അഭിമാനിക്കണം എന്ന് പഠിപ്പിച്ച ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാ ഗോപാലകൃഷ്ണൻ. ഭാരതീയമായത് ലോകം സ്വീകരിക്കുമ്പോൾ അഭിമാനിക്കണം എന്ന് പഠിപ്പിച്ച അച്ഛൻ്റെയും അമ്മയുടെയും മകനാ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണങ്ങളിൽ അങ്ങനെയുള്ളത് കൂടി കേൾക്കാൻ വരുന്നവരെ കേൾപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വിമർശിക്കുന്ന നിങ്ങളെപ്പോലെ ഉള്ളവർ
ഈ പാശ്ചാത്യ ചിന്തകളുള്ളവര് ചിലർ ധരിക്കുന്നു ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യ ഇങ്ങനെ ആയതെന്ന്. കാലാപാനി എന്ന സിനിമയിൽ അവസാനം മോഹൻലാൽ അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. ചിലർ ധരിക്കുന്നു റഷ്യക്കാർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. ചിലർക്ക് ചൈനക്കാർ പറയുന്നത് മാത്രമാണ് ശരി, ചിലർക്ക് സൗദി അറേബ്യക്കാർ പറയുന്നത് മാത്രമാണ് ശരി, ചിലർക്ക് ഇസ്രായേലുകാർ പറയുന്നത് മാത്രമാണ് ശരി. അതൊന്നും ഗോപാലേഷന്റെ കുഴപ്പമല്ല. അതൊക്കെ അവരവരെ വളർത്തിയ അച്ഛനമ്മമാര് ജന്മം നൽകി വളർത്തിയതിൻ്റെ കുഴപ്പമാണ് എന്ന് മിനിമം ഭാഷയിൽ പറയുന്നു. അപ്പോൾ ഭാരതത്തിൻ്റെ രാമായണവും മഹാഭാരതവും വേദങ്ങളൊക്കെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലും നാസായിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രഭാഷണത്തിൽ പറയുമ്പോൾ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവർക്ക് അഭിമാനം തോന്നുന്നു മിസ്റ്റർ വിമർശക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കിത് കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങളെ IIT ചെന്നൈയിലേക്ക് ആരും വിളിച്ചില്ലല്ലോ, നിങ്ങൾ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന സ്പീച്ച് കേൾക്കാനും ആരും വിളിച്ചില്ലല്ലോ. പിന്നെ ഇത് കേട്ട് രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ മാനസിക രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അപകർഷതാബോധത്തിൻ്റെ കുഴപ്പമാണ്. അത് ഇംഗ്ലീഷുകാരൻ്റെ രക്തം ഇപ്പോഴും ശരീരത്തിൽ നിന്ന് പോവാത്തത് കൊണ്ട് തോന്നുന്നതാണ്. പിന്നെ 10,000 വർഷം എന്നൊന്നും വെറുതെ ചുളുവിൽ അങ്ങനെ കയ്യടിക്ക് വേണ്ടി പറയല്ലേ ഗോപാലകൃഷ്ണ എന്നുള്ള രീതിയിൽ പറയുന്നു. 10,000 വർഷത്തെ പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞത് ഞാനല്ല. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജിക്കൽ ഡിപ്പാർട്ട്മെന്റില് ആർക്കിയോളജിക്കൽ വിങ്ങില് കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ, ചിഞ്ചുദാരോ, ഹാരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആർട്ടിഫാക്റ്റുകൾ എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയതിൽ ഓൾഡസ്റ്റ് ആർട്ടിഫാക്റ്റ് BC 8275 ±75 എന്ന് കണ്ടു. അത് കോപ്പർ, ബ്രാസ്, ബ്രോൺസിന്റെ പീസാണ്. അത് ഗീഗർമുള്ളർ കൗണ്ടർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള ഏജ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. BC 8275 എന്ന നമ്പർ ഏൻഷ്യൻ്റ് ഇന്ത്യൻ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ AK ബിശ്വാസ് ആൻഡ് ഡോക്ടർ PK ബിശ്വാസ് 2 പേര് എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ എടുത്തത്. ആ പുസ്തകം ഞാനല്ല എഴുതിയത്, അതിലെ ഗവേഷണത്തിന് ഫണ്ടിങ് കൊടുത്തത് ഞാനല്ല. അത് ഇംഗ്ലീഷുകാരുടെ സപ്പോർട്ടോട് കൂടിയല്ല, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടോട് കൂടി യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത പുസ്തകം. അപ്പോൾ BC 8275 + 2000 AD കൂടി ചേർത്താൽ 10,000 വർഷമായി ഇല്ലേ മോനെ? ഇത് കൂട്ടാൻ 5 വർഷം സംസ്കൃതമൊക്കെ പഠിക്കണോ? ഈ വിമർശിക്കുമ്പോൾ അക്ഷരത്തെറ്റോടുകൂടി ഈശോപനിഷത്ത് എന്നൊക്കെ ഈശാവാസ്യ ഉപനിഷത്തിന് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ പറയുന്ന വ്യക്തി കുറേയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും പറയുന്നത് എന്നൊന്ന് ചിന്തിച്ചൂടെ? മാത്രമല്ല കലീറ എന്നത് യൂറോപ്യന്മാർ ഉപയോഗിക്കുന്നത്, അത് ഞാനല്ല പറഞ്ഞത്. ലക്നൗ യൂണിവേഴ്സിറ്റിയും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തിയ സമ്മേളനത്തിൽ പ്രസന്റ് ചെയ്ത പേപ്പറാണ് കലീറ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടൈം കറക്ഷൻ ലോകത്തിൽ നടത്തിയിരുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നടത്തിയിരിക്കുന്നത് എന്നതിൽ വിവരിച്ചിട്ടുണ്ട്. കലീറ ഫിക്സഡ് ആണ്. യേശുക്രിസ്തു ജനിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് നബി ഓടിപ്പോയി, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല കലീറ ഉണ്ടായത്. കറക്റ്റ് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, മറ്റ് ഗ്രഹങ്ങൾ ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ഇത് ആൽഫ ഏറീസ് പോയിന്റ് എന്ന മേടസംക്രാന്തി രേഖയിൽ വന്നത് കറക്റ്റ് ടൈമാണ്. പക്ഷേ യേശുക്രിസ്തു ജനിച്ച് ജീവിച്ചിരുന്ന AD BC എന്ന് പറയുന്ന കറക്റ്റ് ടൈമല്ല. എപ്പോഴാണ് ജനിച്ചതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അത് എത്രയോ മണിക്കൂറിൻ്റെയോ ദിവസത്തിൻ്റെയോ വ്യത്യാസം ഉണ്ടാവും. യേശുക്രിസ്തു ജീവിച്ച 64 വർഷം എവിടെ പോയി എന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. AD BC എന്ന് എഴുതിയാൽ. അതേപോലെ മുഹമ്മദ് നബി ഓടിപ്പോയതാണ് കറക്റ്റ് ഈ മുസ്ലിം ഇറ ഉണ്ടായതെങ്കിൽ ഓടിപ്പോവാൻ തുടങ്ങിയ സമയമാണോ, പകുതി എത്തിയ സമയമാണോ, അപ്പുറത്ത് മദീനയിലേക്ക് എത്തിയ സമയമാണോ എന്നൊക്കെ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മരുഭൂമിയാണേ, കുഴഞ്ഞ മണ്ണാണ്, അത്ര സ്പീഡിലൊന്നും ഓടാൻ പറ്റിയെന്ന് വരില്ല. അതൊക്കെ എടുത്തിട്ട് ഇറ ഉണ്ടാക്കിയവരല്ല ഭാരതീയർ. അതുകൊണ്ടാണ് ടൈം കറക്ഷൻ ഇപ്പോൾ കലീറ എടുത്തത് എന്ന് പറയും. ഇന്ന് ഞാൻ പറഞ്ഞത് വേറെ അദ്ദേഹം പറയുന്നു, കടവയാതി ഭൂതസംഖ്യ ഇല്ലാതെ ഒരാൾക്ക് ഗണിതം പഠിക്കാൻ സാധ്യമല്ല. എന്തൊരു അബദ്ധ! പകുതി കേട്ട് മനസ്സിനകത്തെ വിഷം, തലയ്ക്കകത്തെ ഭ്രാന്ത്, ഇതൊക്കെ കൂടി ചേർത്ത് നമ്മൾ ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ പറ്റുന്ന അബദ്ധ. ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ കൊലയാളിയുടെ ബാക്കി ഇതും കൂടി പറഞ്ഞാലേ മുഴുവൻ മനസ്സിലാവുള്ളൂ. അമേരിക്കക്കാർ മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ കടവയാതി ഭൂതസംഖ്യ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭാരതീയ ഗ്രന്ഥത്തിലെ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഠിക്കണമെങ്കിൽ നിർബന്ധമായും കടവയാതി നമ്പർ സിസ്റ്റവും ഭൂതസംഖ്യയും പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. വർഗൈർ യുജാംവാ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈ വ്യാസഞ്ച ഷഡ്ഗുണം വിഭജത് ഫലം സ്വം യാത്രയത്രിനെ പരിധിസ്തദാസ്യാത് വ്യാസാത് വനസങ്കുണിതാത് പ്രതകാപ്തം ആദി അയുക്തിമൂലകനൈഹി
വ്യാസാത് വനസങ്കുണിത, വ്യാസത്തെ വനം കൊണ്ട് ഗുണിച്ച്, വനം എന്ന് വെച്ചാൽ ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റ് എന്ന സംഖ്യക്ക് 4 എന്നാണ് നമ്പർ എന്നറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ വ്യാസത്തെ വനം കൊണ്ട് ഗുണിക്കുക? അപ്പൊ അമേരിക്കക്കാർക്ക് മാത്തമാറ്റിക്സ് പഠിക്കണമെങ്കിൽ കടവയാതി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നല്ല ബുദ്ധിസ്ഥിരതയോടുകൂടി തന്നെയാണ് IIT ചെന്നൈയിൽ പ്രഭാഷണത്തിന് പോയിരിക്കുന്നത്. മാത്രമല്ല, കടവയാതി നമ്പർ സിസ്റ്റം ആണ് കേരളത്തിലെ പുതുമന സോമയാജിയും നീലകണ്ഠ സോമയാജിയും തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയും തിരൂരിലെ ശങ്കരവർമ്മനും കുണ്ടറയിലെ ശങ്കരനാരായണനും എല്ലാം ഉപയോഗിച്ചിരുന്നത്. ആ കടവയാതി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് എഴുതിയ പുസ്തകം വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ കടവയാതി നമ്പർ സിസ്റ്റം പഠിക്കാതെ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞതാ. നാരായണീയം അവസാനിക്കുമ്പോൾ ഒരു വാക്കുണ്ട്, ആയുരാരോഗ്യ സൗഖ്യം. എന്താ ആയുരാരോഗ്യ സൗഖ്യം? ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, യാ എന്ന് പറഞ്ഞാൽ 1, രാ എന്ന് പറഞ്ഞാൽ 2, രോ എന്ന് പറഞ്ഞാൽ 2, ഗ്യ എന്ന് പറഞ്ഞാൽ 1, സൗഖ്യത്തിലെ സാ എന്ന് പറഞ്ഞാൽ 7, ഖ്യത്തിലെ യാ 1. കലിയുഗം ആരംഭിച്ച BC 3102 ഫെബ്രുവരി മാസം 17 അർദ്ധരാത്രിക്ക് ശേഷം 17,12,210 ദിവസം കഴിഞ്ഞപ്പോഴാണ് നാരായണീയം എഴുതി തീർന്നത്. 17,12,210 എന്നുള്ളത് ആയുരാരോഗ്യ സൗഖ്യം കടവയാതി നമ്പർ സിസ്റ്റം. ആ 17,12,210 365 കാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കലിയുഗം തുടങ്ങിയിട്ട് 4,688 വർഷമായി എന്ന് മനസ്സിലാവും. കലിയുഗം തുടങ്ങിയിട്ട് 4,688 വർഷമായി എങ്കിൽ അത് AD 1585 കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഈ 4,688 നിന്ന് കലിയുഗത്തിലെ BC 3102 കുറച്ചാൽ കറക്റ്റ് AD എത്രയാണെന്ന് കിട്ടും. അല്ലാണ്ട് കലിയുഗം AD BC ഉപയോഗിച്ച് പറയലല്ല. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ ജനനവും AD BC ഉപയോഗിച്ച് പറയാൻ അന്ന് ഇന്ത്യയിൽ അതുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ 5 മിനിറ്റ് മതി. അതൊന്നും തിരിച്ചറിയണ്ടേ? അല്ലാണ്ട് അമേരിക്കക്കാർ കടവയാതി നമ്പർ സിസ്റ്റം പഠിക്കണത്. ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ബ്രഹ്മമുണ്ട് എന്ന് കുറച്ചു മുമ്പ് ഞാൻ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു. നമ്മളുടെ പ്രഭാഷണം കേൾക്കാൻ വരുന്നവർക്ക് ആറ്റത്തിനകത്തെ S ഓർബിറ്റല്, P ഓർബിറ്റല്, D ഓർബിറ്റല്, F ഓർബിറ്റല്, sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, ഇതൊക്കെ ആറ്റത്തിനകത്ത് ആ ടണലിംഗ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കിയാൽ ആറ്റത്തിനകത്തുള്ള ഈ സഞ്ചാരപഥങ്ങൾ പ്രത്യേക ഷേപ്പിൽ ഉണ്ടാക്കി. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിലും ജീവാത്മാവിൻ്റെ രൂപത്തിൽ സർവ്വചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യത്തെ ഈശ്വരൻ അഥവാ ബ്രഹ്മം എന്ന് പറഞ്ഞു. ആ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ സഞ്ചരിക്കേണ്ട പന്താവുകൾ സൃഷ്ടിച്ചത് അതിനകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ് എന്ന് പറയാനാണ് ഞാനത് വിവരിച്ചത്. ഭൂമി കറക്റ്റ് പദങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. ഈ സോളാർ സിസ്റ്റം, ഗാലക്സികൾ കറക്റ്റ് സഞ്ചാരപഥത്തിലൂടെ പോകുന്നു. ആകർഷണം കൊണ്ടായിരിക്കാം. ആ ആകർഷണത്തിൽ നിന്ന് വഴുതിപ്പോകാതെ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിക്കാണ് ഭാരതീയൻ ഈശ്വരൻ എന്ന് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് 1930കളിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കോസ്മിക് റിലീജിയൻ എന്നൊരു മതം ഉണ്ടാക്കിയത്. അത് ഭാരതത്തിലെ ഭഗവത്ഗീതയുടെ വിശ്വരൂപ ദർശന യോഗ അധ്യായത്തിലാണ്. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കണ്ണൂരല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് വോൾഗയുടെ തീരത്ത അല്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് മോസ്കോയിലും അല്ല. മാത്രമല്ല മാവോ സേതുങ്ങിൻ്റെ വീട്ടിലും അല്ല. ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും വീട്ടിലും അല്ല. നിങ്ങൾ ജനിച്ച വീട്ടിലും അല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഹേ വിമർശക, കാരണം കുറച്ചും കൂടി ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ കഴിവുള്ള ജർമ്മനിയിലാണ് ജനിച്ചത്. അതേപോലെ റോബർട്ട് ഹോയൽ പറഞ്ഞ ഭാരതീയ പൈതൃകത്തിൽ പ്രപഞ്ചത്തിൻ്റെ സങ്കല്പത്തിലുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ് റോബർട്ട് ഹോയൽ. ആ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് റോബർട്ട് ഓപ്പൺ ഹീമർ ആറ്റം ബോംബ് പൊട്ടുന്ന ചിത്രം, ശബ്ദം വിവരിച്ചത്. അത് നോക്കാം. അപ്പൊ സർവ്വതിനും വളരെ വ്യക്തമായിട്ട് മറുപടി ഉണ്ട്. പിന്നെ വികാരങ്ങൾ സയൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കില്ല. അമ്മയോടുള്ള സ്നേഹം, അച്ഛനോടുള്ള ബഹുമാനം, ഭാര്യയോടുള്ള സ്നേഹം സയൻസ് ഉപയോഗിച്ച് പറയാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. സയൻസ് ഉപയോഗിച്ച് സ്നേഹം, ബഹുമാനം, വാശി, പക ഉണ്ടാവുന്ന ഹോർമോണുകൾ ഏതാണെന്ന് പറയാം. ആ ഹോർമോൺ ഉണ്ടാവുമ്പോൾ സ്നേഹം ഉണ്ടാവുന്നത് എങ്ങനെയാ? ആ ഹോർമോൺ ഉണ്ടാവുമ്പോൾ ദേഷ്യം ഉണ്ടാവുന്നത് എങ്ങനെയാ? ആ ഹോർമോൺ ഉണ്ടാവുമ്പോൾ വാശി ഉണ്ടാവുന്നത് എങ്ങനെയാ? അത് പറയാൻ സാധിക്കില്ല എന്നുമല്ല ഞാൻ പറഞ്ഞത്. അതും വേണമെങ്കിൽ പറയാം. ഈ ദേഷ്യവും സ്നേഹവും ബഹുമാനവും അളക്കാൻ സാധിച്ചില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എത്ര സ്നേഹമുണ്ടെന്ന് ചോദിച്ചാൽ 4 കിലോ എന്ന് പറയാൻ പറ്റുമോ? 5 ഗ്രാം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ വിഷനിലിപ്തമായ തലച്ചോറും മനസ്സും കൊണ്ട്
ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ഫേസ്ബുക്കിൽ എഴുതിയ വിമർശക ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത്. ഇനി അവസാനത്തെ ഒരു വരി കൂടി പറയാം. അതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞിരിക്കുന്നത്. വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാമൃതമശ്നുതേ. വിദ്യ എന്നുള്ളത് സ്പിരിച്വൽ നോളജാ, അവിദ്യ എന്നുള്ള സയന്റിഫിക് നോളജാ. അവിദ്യ കൊണ്ട്, സയന്റിഫിക് നോളജ് കൊണ്ട് ജീവിത ദുഃഖങ്ങളെ അതിജീവിച്ച് ആത്മീയത കൊണ്ട് അമരത്വത്തെ പ്രാപിക്കാം. എക്സ്പെരിമെന്റബിൾ നോളജ്, വിദ്യ എന്ന് പറഞ്ഞാൽ എറ്റേണൽ എക്സ്പീരിയൻസബിൾ സ്പിരിച്വൽ നോളജ്, അവിദ്യ എക്സ്റ്റേണൽ എക്സ്പെരിമെന്റബിൾ സയന്റിഫിക് നോളജ് എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് പിടിച്ചില്ല. എക്സ്പെരിമെന്റബിൾ എന്നൊരു വാക്ക് ഇംഗ്ലീഷുകാർ വന്നതിന് ശേഷമാണ് തുടങ്ങുന്നത്. കോപ്പർനിക്കസും ഗലീലിയോയും ഒക്കെ വന്നതിന് ശേഷമാണ്. ആയുർവേദത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതിൽ തുടങ്ങുന്നത് തന്നെ സാക്ഷാൽ അനുഭവൈർദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ആരെങ്കിലും പറഞ്ഞു, ഗുരു പറഞ്ഞു എന്നുള്ള രീതിയിലല്ല ഇതെല്ലാം എഴുതിയിരിക്കുന്നത്, അനുഭവം കൊണ്ട് കണ്ടതാ. അതാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നാഗാർജുനൻ എഴുതിയ രസരത്ന സമുച്ചയം എന്നൊരു പുസ്തകമുണ്ട്. അതില് ഒന്നാമത്തെ വരി തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ലാബറട്ടറി ഉണ്ടാക്കേണ്ടത്, രസശാല ഉണ്ടാക്കേണ്ടതെന്നാണ്. ആതങ്കരഹിതേ ദേശേ ധർമ്മരാജ്യേ മനോരമ എന്ന് പറഞ്ഞിട്ട് ആ വരി തുടങ്ങുന്നത്. വലിയൊരു വരിയ, അതുകൊണ്ട് വായിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം അതിനകത്തില്ല. അതുകൊണ്ട് മാത്രമല്ല, കുറെ മാനസിക രോഗമുള്ളവരെ കൊണ്ട് കൺവിൻസ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ടല്ലോ. ഇത് അറിയിക്കൽ മാത്രമാണല്ലോ എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് മുഴുവനും വായിച്ച് ഓരോന്നിനും ഉത്തരം പറയേണ്ട കാര്യമില്ല. സോഡിയവും ക്ലോറിനും ചേർന്നതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ മതി. സോഡിയവും ക്ലോറിനും ചേർന്നതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് ഇന്ന ആളെ ഇന്ന വർഷം പറഞ്ഞു എന്നും നിരന്തരം പറയേണ്ട കാര്യം. ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവും. അത് ഇന്ന ആൾ ഇന്ന ദിവസം പറഞ്ഞു. ഭൂമി ഉരുണ്ടതാണെന്ന് ഇന്ന ആൾ ഇന്ന ദിവസം പറഞ്ഞു. സൂര്യൻ ഉദിക്കുന്ന 6:35 ഇന്ന ആൾ ഇന്ന ദിവസം പറഞ്ഞു എന്ന് വെച്ചിട്ടൊന്നും പ്രഭാഷണം നടത്താൻ സാധ്യമല്ല. അത്യാവശ്യമുള്ളത് ആൾക്കാരുടെ പേര് കോട്ട് ചെയ്യുക. എല്ലാ വരികൾക്കും പഞ്ചസാര മധുരമുള്ളതാണെന്ന് ഇന്ന വ്യക്തിയാണ് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അതിലൊക്കെ യുക്തിരാഹിത്യം ഉണ്ട് മിസ്റ്റർ. അതുകൊണ്ടാണത് പറയാത്തത്. അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്ന സയന്റിഫിക് നോളജാണ്. അത് യന്ത്രസർവസ്വം പോലെ ഉള്ളതും ചരകസംഹിത പോലെ ഉള്ളതും അതേപോലെ പരീക്ഷായാസ്തു ഖലു പ്രയോജനം പ്രതിപത്തിജ്ഞാനം. പരീക്ഷണങ്ങളിലൂടെ വേണം പ്രതിപത്തിജ്ഞാനം ലഭിക്കാൻ എന്ന് വ്യക്തമായിട്ട് ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതില് ശാസ്ത്രം പ്രമാണം, ഇത് ഭഗവത്ഗീത പറയുന്നു, സയൻസ് ആണ് പ്രമാണമായിട്ട് എടുക്കേണ്ടത്. പ്രത്യക്ഷം പ്രമാണം, കാണുന്നതാണ് എടുക്കേണ്ടത്. അത് ന്യായശാസ്ത്രം പറയുന്നു. ആപ്തവാക്യം പ്രമാണം, ശ്രേഷ്ഠന്മാർ പറയുന്ന പ്രമാണമായിട്ട് എടുക്കാം. ധർമ്മശാസ്ത്രം പറയുന്നു അനുമാനം പ്രമാണം. ആയുർവേദം പറയുന്നു ഊഹിച്ചെടുക്കാൻ സാധിക്കണം എന്ന്. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഗ്രീൻവിച്ച് രേഖ ഭാരതത്തിൽ കൂടിയാ കടന്നു പോകുന്നതെന്ന്. അത് ഞാനൊന്ന് വായിക്കാം. ലഘുഭാസ്കര്യം AD 522 എഴുതിയ ഒന്നാമത്തെ വരിയുടെ 1-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ വരി ഒന്നുകൂടി പറയാം. ലഘുഭാസ്കര്യം എഴുതിയത് AD 522, അതില് 1-ാമത്തെ അധ്യായത്തിലെ 22 വരി. ലങ്കാ വാത്സ്യപുര അവന്തി സ്ഥാനേശ്വര സുരാലയാൻ അവഗാഹ്യ സ്ഥിതാരേഖ ദേശാന്തര വിദായിനി. ലങ്ക, വാത്സ്യപുരി, അവന്തി, ഉജ്ജയിനി. സ്ഥാനേശ്വരം, സുരാലയാൻ. സുരാലയം എന്ന് വെച്ചാൽ ആർട്ടിക് ഓഷ്യൻ, ഹിമാലയത്തിന്റെ മുകളിലും ആകാം ആർട്ടിക് ഓഷ്യനും ആകാം. അവഗാഹ്യ സ്ഥിതാരേഖ, അവയെ സ്പർശിച്ചുകൊണ്ട് പോകുന്ന രേഖയെ ദേശാന്തര വിദായിനി, ഇന്റർനാഷണൽ രേഖ എന്ന് പറയുന്നു. ഇനി അതിനെക്കുറിച്ച് സമയം എങ്ങനെയാ പറയുന്നത്? പശ്ചാത് അർക്ക പ്രാക് പ്രാക് യതോ ദ്യുതേതി രേഖയ. ഈ രേഖയുടെ കിഴക്ക് വശത്ത് വരുമ്പോൾ ആ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് E എന്ന് എഴുതണം. പടിഞ്ഞാറ് വശത്താ വരുന്നെങ്കിൽ W എഴുതണം. പശ്ചാത് പടിഞ്ഞാറ് വശത്താണെങ്കിൽ പശ്ചാത് എന്ന് എഴുതണം. പ്രാക് കിഴക്ക് വശത്താണെങ്കിൽ E എന്ന് എഴുതണം. തത് ദേശാന്തര ജാതം തേന, അതാണ് ഇന്റർനാഷണൽ രേഖ. തേന സ്വമൃണം ഗ്രഹേ ക്രിയതേ. അതിന്റെ ബേസിസിൽ വേണം ഗ്രഹങ്ങളുടെ പൊസിഷനും മറ്റുള്ളതും ആ സ്ഥലത്തിന്റെ പൊസിഷനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനെക്കുറിച്ച് ലഘുഭാസ്കര്യത്തിന് വ്യാഖ്യാനം എഴുതിയ ശങ്കരനാരായണൻ പറയുന്നു. AD 866 ശങ്കരനാരായണൻ വ്യാഖ്യാനം എഴുതിയത്. പച്ച മലയാളം മനസ്സിലാവുന്നവന് മനസ്സിലാവുന്ന സംസ്കൃതത്തിലാണ് ശങ്കരനാരായണൻ എഴുതിയിരിക്കുന്നത്. ലങ്കായാം ഏകം ശംഖുകീലം പ്രതിഷ്ഠാപ്യ. ലങ്കയില് ഒരു കമ്പ് തറയ്ക്കുക, ഒരു വടിയുടെ കഷ്ണം തറയ്ക്കുക. തേന ഏകം സൂത്രം ബദ്ധ്വ, ആ കമ്പ് ഒരു ചരട് കൊണ്ട് കെട്ടുക. പുനർ മേരോരുപരി തദഗ്രം അന്യത് ബദ്ധ്വ, ആ ചരടിന്റെ മറ്റേ അറ്റം ആർട്ടിക് ഓഷ്യനിൽ കെട്ടുക.
യഥാ യഥാ ദൃശ്യതേ, ആ ചരട് പോകുന്ന വഴി എങ്ങനെയാണോ കാണുന്നത്, യഥാ യഥാ ദൃശ്യതേ തദ് രേഖ, ആ രേഖയെയാണ് ദേശാന്തര വിദായിനി, ഇന്റർനാഷണൽ രേഖ എന്ന് പറയുന്നത്. അപ്പൊ ഗ്രീൻവിച്ച് രേഖ ഭാരതത്തിൽ കൂടെ പോയിട്ടാണ് അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ നടത്തിയത് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കാം, ഗോപാലകൃഷ്ണൻ നല്ല ബോധത്തോടു കൂടിയാണ് IIT സംസാരിച്ചിരിക്കുന്നത്. അതിനകത്ത് നല്ല ബോധമുള്ളവരാണ്ടായിരുന്നത്. റഷ്യയിൽ ജനിച്ചവരല്ല, ഇംഗ്ലണ്ടിൽ ജനിച്ചവരല്ല, യെരുശലേമിൽ ജനിച്ചവരല്ല, മെക്കയിൽ ജനിച്ചവരല്ല, പരമപവിത്രമായ ഭാരതത്തിൽ ഗോപാലകൃഷ്ണനെ പോലെ ജനിച്ചവരായതുകൊണ്ടാണ് അവർ ശാന്തമായിട്ടിരുന്നത്. അവർ വെറുതെ ഇരുന്നതിൽ അങ്ങക്ക് അസൂയം തോന്നി. അങ്ങ് വന്ന് സംസാരിച്ചാൽ അവരിയ്ക്കില്ല. കാരണം അങ്ങയുടെ മനസ്സിലെ വിഷം നാവിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന വ്യക്തികൾ, ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ സയൻസ് ഇൻ സാൻസ്ക്രിറ്റിലുള്ള ഒരേ ഒരു ഭാരതീയൻ, 123 കോടി ജനതയിൽ ഒരേ ഒരു ഭാരതീയൻ, അമേരിക്കയിൽ 17 യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുത്ത ഗോപാലകൃഷ്ണൻ പറയുന്നത് IIT വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും മിസ്റ്റർ. മാത്രമല്ല, കലിയുഗം തുടങ്ങിയ സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ സൂര്യ സിദ്ധാന്തം എന്ന പുസ്തകത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിട്ടുണ്ട്. കലിയുഗം തുടങ്ങിയ സമയത്തിൽ അതിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ ആൾമോസ്റ്റ് 0 പോയിന്റിലാണ്. ഗ്രഹങ്ങളെല്ലാം മേടസംക്രാന്തി രേഖയിൽ. അല്ലാത്തത് ചൊവ്വ 1/2 ഡിഗ്രി വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ മെർക്കുറി ഏതാണ്ട് 2 ഡിഗ്രി വ്യത്യാസമുണ്ട്. വ്യാഴം 1/2 ഡിഗ്രി വ്യത്യാസമുണ്ട്. വീനസ്, ശുക്രൻ 1 ഡിഗ്രി വ്യത്യാസമുണ്ട്. ശനി ഏതാണ്ട് 1.5 ഡിഗ്രി വ്യത്യാസമുണ്ട്. ഈ മേടസംക്രാന്തി രേഖയിൽ നിന്ന് 1/2യും 1 ഡിഗ്രിയും വ്യത്യാസമുള്ളപ്പോൾ കറക്റ്റ് മേടസംക്രാന്തി വിഷുവത്തിലേക്ക് ഗ്രഹങ്ങൾ അലൈൻ ചെയ്ത, ഗ്രഹങ്ങളുടെ യോഗം ചേർന്ന സമയമാണ് യുഗം ആരംഭിച്ചത്, കലിയുഗം ആരംഭിച്ചത്. അത് BC 3192 നല്ലോണം കാൽക്കുലേഷൻ അറിയാവുന്നവരാണ് ഭാരതീയർ. അത് നല്ലോണം കുത്തിയിരുന്ന് പഠിച്ച വ്യക്തിയാണ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ബയോകെമിസ്ട്രിയിൽ 623 ദിവസം കൊണ്ട് PhDയും പ്ലസ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ഡിഗ്രിയും വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന